സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരമുള്ള ചെറിയ പല്ലന്തരത്ത് സരസ്വത സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ അഖില കേരള സംഗീതോത്സവം ഫെബ്രുവരി 11-ന് പറവൂർ ദക്ഷിണ മൂകാംബിക സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്നു. ഇതേക്കുറിച്ച് സെക്രട്ടറി അശോക് ചെമ്പശ്ശേരി ന്യൂസ് 1 ചാനലിനോട്. ഞാൻ അശോക് ചെമ്പശ്ശേരി, പറവൂർ സരസ്വത സ്കൂൾ ഓഫ് മ്യൂസിക്സിൻ്റെ സെക്രട്ടറിയാണ്. സരസ്വത സ്കൂൾ ഓഫ് മ്യൂസിക്സ് ആരംഭിച്ചിട്ട് 50-ലേറെ വർഷമായി. പറവൂർ ശ്രീ M.K. വേണുഗോപാൽ ആണ് ഇത് ആരംഭിച്ചത്. സരസ്വതയുടെ ചെയർമാനും ഗുരുനാഥനുമായിരുന്നു അദ്ദേഹം. 2021 ഓഗസ്റ്റ് 21 അദ്ദേഹം മൺമറഞ്ഞു പോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ ഈ പ്രസ്ഥാനം കണ്ടിന്യൂ ചെയ്യുന്നു. 20 വർഷമായി പറവൂരിൽ ഒരു അഖില കേരള സംഗീതോത്സവം നടത്തുന്ന ഏക സംഗീത പ്രസ്ഥാനം സരസ്വതയാണ്. ഈ വർഷത്തെ സംഗീതോത്സവം 2024 ഫെബ്രുവരി 11 ഞായറാഴ്ച പറവൂർ ദക്ഷിണ മൂകാംബി സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ്. 2 സംഗീത കച്ചേരികളും കുട്ടികൾക്ക് സംഗീതാർച്ചന നടത്താനുള്ള അവസരങ്ങളും വൈകിട്ട് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ ഈ സംഗീതോത്സവം സമാപിക്കുകയും ചെയ്യും. ഈ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് സംഗീത അർച്ചന നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സരസ്വതിയുടെ ഫോൺ നമ്പറിൽ 9846054995 ഈ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് സമയം അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഫോണിൽ അറിയിക്കും. വളരെ മികച്ച രീതിയിൽ പറവൂരിൽ സംഗീതോത്സവം നടത്തുന്ന സരസ്വതിയുടെ സംഗീതോത്സവങ്ങൾക്ക് കേരളത്തിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞുപോയതുമായ എല്ലാ പ്രഗത്ഭ സംഗീതജ്ഞരും നേരിട്ട് വന്ന് പങ്കെടുക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴ പ്രഭാകരവർമ്മ, പ്രൊഫസർ വിനയേന്ദ്രൻ, അമ്പലപ്പുഴ തുളസി ടീച്ചർ, മധുസൂദനൻ, മണ്ണൂർ രാജകുമാരനുണ്ണി, നെടുങ്കുന്നം വാസുദേവൻ തുടങ്ങിയ പ്രഗത്ഭരെല്ലാവരും ഈ സംഗീതോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. മൺമറഞ്ഞുപോയ അത്തരം ഗുരുനാഥന്മാരുടെ അനുഗ്രഹാശിസുകളും വേണുമാഷുടെ ആത്മാവിൻ്റെ അദൃശ്യ സാന്നിധ്യവും ഞങ്ങളെ ഇന്നും മുന്നോട്ട് നയിക്കുന്നു. ഈ വർഷവും വളരെ ഭംഗിയായി ഈ സംഗീതോത്സവം നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്.